ജയിൽ ഡിഐജി വിനോദ് കുമാറിന് സസ്പെൻഷൻ ലഭിച്ചിരിക്കുന്നു. വിജിൻ വായാന്തോട് തിരുവനന്തപുരത്ത് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. വിജിൻ, ഇദ്ദേഹത്തിനെതിരെ ഗുരുതരമായ കണ്ടെത്തലുകളാണ് വിജിലൻസിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. എന്തൊക്കെ വിവരങ്ങളാണ് നമുക്ക് ലഭ്യമാകുന്നത്? അമൃത, ഗുരുതരമായ കണ്ടെത്തലുകൾ അടങ്ങിയ റിപ്പോർട്ട് 4 ദിവസം മുമ്പാണ് വിജിലൻസ് ആഭ്യന്തര വകുപ്പിന് സമർപ്പിച്ചത്. ഇതിനുശേഷം 4 ദിവസം കഴിഞ്ഞാണ് ഇപ്പോൾ വിനോദ് കുമാറിനെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവ് ആഭ്യന്തര വകുപ്പ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ജയിൽ ഡിഐജി ആയിരുന്ന സമയത്ത് ഗുരുതരമായ നിലയിലുള്ള കൈക്കൂലി ആരോപണങ്ങൾ ഉയരുകയും വിജിലൻസ് അന്വേഷണത്തിൽ കണ്ടെത്തുകയും ചെയ്തതിനെ തുടർന്ന് പ്രാഥമികമായി സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്തുന്നു. തുടരന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് നിലവിലുള്ള സസ്പെൻഷൻ എന്നുള്ളതാണ് ആഭ്യന്തര വകുപ്പിന്റെ ഉത്തരവിൽ വ്യക്തമാക്കുന്നത്. നേരത്തെ കൈക്കൂലി കേസിലും ഒപ്പം തന്നെ പരോളിനായി കൈക്കൂലി നൽകിയ കേസിൽ ഉൾപ്പെടെ ഈ വിനോദ് കുമാറിനെതിരെ ആരോപണം ഉയരുകയും അതിന് ആവശ്യമായ തെളിവുകൾ വിജിലൻസിന് ലഭിക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വിജിലൻസ് ഡയറക്ടർക്ക് റിപ്പോർട്ട് സമർപ്പിച്ചത്. അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിച്ച് 4-ാം ദിവസമാണ് നിലവിൽ ഇപ്പോൾ ജയിൽ ഡിഐജി ആയിട്ടുള്ള വിനോദ് കുമാറിനെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവ് നിലവിൽ ഇറക്കിയിരിക്കുന്നത്. എന്തായാലും വലിയ തരത്തിൽ വിവാദമുണ്ടായി. ഇത്രയും ദിവസമായിട്ടും സസ്പെൻഡ് ചെയ്യുകയോ മറ്റ് നടപടികളിലേക്ക് കടക്കുകയോ ചെയ്തിട്ടില്ല എന്നുള്ള വ്യാപകമായ പരാതിയും ആരോപണവും ഈ വിനോദ് കുമാറിനെതിരെ ഒരു നടപടിയും സ്വീകരിക്കാത്തതിനെതിരെ ആഭ്യന്തര വകുപ്പിനെതിരെയും വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നിരുന്നു. അതിനൊക്കെ ഒടുവിലാണിപ്പോൾ അനധികൃത സ്വത്ത് സമ്പാദന കേസ് ഒപ്പം തന്നെ കൈക്കൂലി വാങ്ങൽ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചേർത്ത് നിലവിൽ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. തുടരന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് നിലവിൽ ഇത്തരം നടപടി എന്നുള്ളതാണ് ആഭ്യന്തര വകുപ്പ് ഇറക്കിയ റിപ്പോർട്ടിൽ പറയുന്നത്. വിനോദ് കുമാറിന്റെ വീട്ടിലും ക്വാർട്ടേഴ്സിലും ഉൾപ്പെടെ വിജിലൻസ് റെയ്ഡ് നടത്തുകയും അതിൽ നിന്ന് ചില തെളിവുകൾ കണ്ടെത്തുകയും ഒക്കെ ചെയ്തിരുന്നു. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ആഭ്യന്തര വകുപ്പിന് വിജിലൻസ് തന്നെ റിപ്പോർട്ട് സമർപ്പിച്ചത്. അതിനുശേഷം ഇപ്പോൾ 4 ദിവസം കഴിഞ്ഞ് എന്തായാലും വിനോദ് കുമാറിനെ ആഭ്യന്തര വകുപ്പ് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. വിജയൻ, ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ കൃത്യമായ തെളിവുകൾ ഇയാൾക്കെതിരെ ഉണ്ടായിട്ടും കണ്ടെത്തലുകൾ റിപ്പോർട്ട് സഹിതം വിജിലൻസ് അധികൃതരിലേക്ക് എത്തിച്ചിട്ടും കഴിഞ്ഞ 3-4 ദിവസമായി അത് അധികൃതരുടെ മേശയിൽ തന്നെ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. ഇപ്പോഴുള്ള ഈ നടപടി എങ്ങനെ കാണണം? തീർച്ചയായും കൃത്യമായ വിജിലൻസിന്റെ റിപ്പോർട്ട് ഒപ്പം തന്നെ ആരോപണങ്ങൾ ഉയർന്ന ഘട്ടത്തിൽ തന്നെ അന്വേഷണവുമായി മുന്നോട്ട് പോയ സമയത്ത് തന്നെ പ്രാഥമികമായ കണ്ടെത്തൽ ഈ വിനോദ് കുമാറിനെതിരെ ഉണ്ടായിരുന്നു. അങ്ങനെ ആ പ്രാഥമികമായ കണ്ടെത്തലും ഒപ്പം തന്നെ ആരോപണങ്ങൾ ഉയർന്ന സാഹചര്യത്തിൽ കണ്ണൂർ ജയിലിൽ ഇരുന്നപ്പോഴും ഒപ്പം തന്നെ തിരുവനന്തപുരം ജയിലിന്റെ ചുമതലയുണ്ടായിരുന്ന ഘട്ടത്തിലും ഒക്കെ നടത്തിയ ഈ ഇടപെടലുകൾ പല ആളുകളിൽ നിന്നും പരോളിനുൾപ്പെടെ കൈക്കൂലി വാങ്ങി ആവശ്യപ്പെട്ടു എന്നുള്ള ആരോപണങ്ങൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. അത്തരം കൈക്കൂലി ആരോപണങ്ങൾ ഒക്കെ നിലനിൽക്കുന്നതിനിടയിലാണ് നിലവിൽ ഈ അനധികൃത സ്വത്ത് സമ്പാദന കേസിലും ഒപ്പം തന്നെ കൈക്കൂലി വാങ്ങൽ തുടങ്ങിയ ആരോപണങ്ങൾ ഒക്കെ അത് പ്രാഥമികമായി വിജിലൻസ് കണ്ടെത്തിയത്. അതിന്റെയൊക്കെ ഭാഗമായിട്ടാണ് നിലവിൽ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. എന്തിനിത്ര വൈകി എന്ന ചോദ്യമാണ് ആ ഘട്ടത്തിലും ഉയർന്നു വന്നത്. അങ്ങനെ 4-ാമത്തെ ദിവസം അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ച് 4-ാമത്തെ ദിവസമാണ് ഗുരുതരമായ ആരോപണം ഒരു ജയിൽ ഡിഐജിക്ക് തന്നെ എതിരെ ഉയരുകയും അതിൽ നടപടി എടുക്കാതെ മാറ്റി നിൽക്കുകയും ഒക്കെ ചെയ്തതുമായി ബന്ധപ്പെട്ട് ഉണ്ടായത്. അതിനെയൊക്കെ ഒടുവിലാണ് ഇപ്പോൾ 4-ാം ദിവസം സസ്പെൻഷൻ എന്ന നടപടിയിലേക്ക് നിലവിൽ കടന്നിട്ടുള്ളത്. പ്രാഥമികമായ അന്വേഷണത്തിൽ പ്രാഥമികമായ നിലയിലുള്ള തെളിവുകൾ കണ്ടെത്തുകയും മറ്റ് തുടരന്വേഷണത്തിന്റെ ഭാഗമായി അദ്ദേഹത്തെ മാറ്റി നിർത്തുകയും ചെയ്തു എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ സസ്പെൻഷൻ ഓർഡറിൽ വ്യക്തമാക്കുന്നത്. എന്തായാലും നേരത്തെ തന്നെ മാധ്യമങ്ങളും ഒപ്പം തന്നെ പ്രതിപക്ഷവും ഉൾപ്പെടെയുള്ളവർ ഇക്കാര്യത്തിൽ ഈ വിജിലൻസിന്റെ റിപ്പോർട്ട് ലഭിച്ചിട്ടും ആഭ്യന്തര വകുപ്പ് എന്തുകൊണ്ട് നടപടിയെടുക്കുന്നില്ല എന്ന നിലയിലുള്ള ചോദ്യങ്ങൾ ഉയർത്തിയിരുന്നു. അതിന്റെയൊക്കെ ശേഷമാണ് നിലവിൽ ഇപ്പോൾ എന്തായാലും സസ്പെൻഡ് ചെയ്യാനുള്ള നടപടിയിലേക്ക് നിലവിൽ കടന്നിരിക്കുന്നത്. അമൃത, ഇനിയിപ്പോഴുള്ള തുടർ നടപടികൾ എന്തൊക്കെയായിരിക്കും വിജയൻ? തുടരന്വേഷണം എന്നുള്ളത് തന്നെയാണ്. കൂടുതൽ അദ്ദേഹത്തിന്റെ വീട്ടിലും ഒപ്പം തന്നെ പോലീസ് ക്വാർട്ടേഴ്സിലും ഉൾപ്പെടെ ഈ റെയ്ഡ് നടത്തിയിരുന്നു വിജിലൻസ് സംഘം. അങ്ങനെ അവിടെ നിന്ന് കണ്ടെത്തിയ രേഖകൾ ഉൾപ്പെടെയുണ്ട്. അതുമായി ബന്ധപ്പെട്ട തുടരന്വേഷണങ്ങൾ നടക്കും. പ്രാഥമികമായ അന്വേഷണമാണ് നിലവിൽ വിജിലൻസ് നടത്തിയത്. അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടാണ് വിജിലൻസ് കൈമാറുകയും ചെയ്തിട്ടുള്ളത്. ഇനി സ്വാഭാവികമായും തുടരന്വേഷണങ്ങൾ ഉണ്ടാകും. ഏതൊക്കെ ആളുകളിൽ നിന്ന് കൈക്കൂലി വാങ്ങി, എന്തൊക്കെ ആവശ്യങ്ങൾക്കാണ് കൈക്കൂലി വാങ്ങിയത്, എന്തൊക്കെ സൗകര്യങ്ങളാണ് ജയിൽ DGP ആയിരുന്ന ഘട്ടത്തിൽ തടവ് പുള്ളികൾക്ക് ചെയ്തു കൊടുത്തത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിലുള്ള ഒരു അന്വേഷണമാണ് നിലവിൽ എന്തായാലും നടത്തുക. അഴിമതി കേസിൽ ആരോപണ വിധേയനാവുകയും പ്രതിയാവുകയും ചെയ്തോടെയാണ് സസ്പെൻഷൻ എന്നുള്ളതാണ് ഇപ്പോൾ പറയുന്നത്. തുടരന്വേഷണത്തിന്റെ ഭാഗമായുള്ള സസ്പെൻഷൻ എന്നും ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്, സസ്പെൻഷൻ ഉത്തരവിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതിനർത്ഥം തുടർ അന്വേഷണത്തിലേക്കും തുടർ നടപടികളിലേക്കും ഒക്കെ പോകും എന്നുള്ളതാണ്. നിലവിൽ ഉള്ള സാഹചര്യം അനുസരിച്ച് കടുത്ത നടപടിയിലേക്ക് തന്നെ പോകാനുള്ള കുറ്റമാണ് പ്രാഥമികമായി വിനോദ് കുമാറിനെതിരെ എന്തായാലും കണ്ടെത്തിയിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് വൈകിയെങ്കിലും ഇപ്പോൾ സസ്പെൻഷൻ നടപടിയിലേക്ക് ആഭ്യന്തര വകുപ്പ് കടന്നത്. അതെ, അത് തന്നെയാണ് ഈ തടവുകാർക്ക് അനധികൃതമായ സൗകര്യങ്ങൾ നൽകുന്നതിനും അതുപോലെ തന്നെ പരോളിന് അനുകൂലമായ റിപ്പോർട്ട് നൽകുന്നതിനുമൊക്കെ കൈക്കൂലി വാങ്ങിയിരുന്നു എന്നൊക്കെ വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ സസ്പെൻഷൻ കൊണ്ട് മാത്രം ഇതിവിടെ അവസാനിക്കുന്നില്ല എന്ന് കരുതാം, അല്ലേ വിജയൻ?